സ്ഥാനം അലങ്കരിക്കുന്ന സ്റ്റേഷനറി കൺട്രോളർ ശ്രീമതി മേരി മാതൃ കടാസ്യ മേഡം, മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ, ഇന്ന് തിരുവനന്തപുരത്തെ വേദികളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന സംഘാരിയൊക്കെയായി കലരംഗത്ത് തുളസി ഫൗണ്ടേഷൻ്റെയൊക്കെ സ്ഥാനത്ത് അതിൻ്റെയൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന എഴുത്തുകാരൻ രാജൻവി ഒഴിയൂർ, സാഹിത്യത്തിലെന്നും ഒപ്പം പ്രവർത്തിക്കുന്ന ഗായകനും അഭിനേതാവും ഒക്കെയായ ശ്രീ ജയകൃഷ്ണൻ കാര്യവട്ടം, ആശംസകൾ അർപ്പിക്കുന്ന പി സുരേഷ് സാർ, അതുപോലെ സ്വാഗതം പറഞ്ഞ ഷീജ മേഡം, ബിജുകുമാർ, പിന്നെ സത്യൻ സാർ, ഈ വകുപ്പിലെ എല്ലാവർക്കും ഭാഷാ സ്നേഹികളായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും വിനീത നമസ്കാരം. ആദ്യമേ തന്നെ ഇത്തരത്തിൽ അല്ലേ എന്തിനും അത്യായുസിൽ സാരമായ ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം വെലുവിളി പറഞ്ഞതുപോലെ ചില വീണ് കിട്ടുന്ന നിമിഷങ്ങളെ സന്തോഷത്തോടു കൂടി ഞാൻ ഏറ്റുവാങ്ങുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഉദ്ഘാടനം ആയതുകൊണ്ട് അല്പസമയം നിങ്ങളോടൊക്കെ ഇങ്ങനെ നിൽക്കുവാൻ കഴിയുക ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. ഒരുപക്ഷെ എന്നെ ഇവിടെ ക്ഷണിച്ചത് ഭാഷയെ സ്നേഹിക്കുന്ന, അക്ഷരങ്ങളെ ഇഷ്ടപ്പെടുന്ന, എഴുത്തിന്റെ രംഗത്ത് അല്പസ്വല്പം ഇങ്ങനെയൊക്കെ എഴുതിക്കൊണ്ട് നിൽക്കുന്ന അങ്ങനെയുള്ളവർ കൊണ്ടാവാം എനിക്ക് ഈ ക്ഷണം ലഭിച്ചത്. എന്നോടൊപ്പം വർക്ക് ചെയ്ത ഹയർ സെക്കൻഡറിയിലുള്ള ഷീല ടീച്ചറിനെ നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം മലയാളം ശ്രേഷ്ഠ ഭാഷയായി ക്ലാസിക്കൽ പദവിയിലേക്ക് കടന്നു വന്നുകൊണ്ടാണെന്ന് നമുക്കറിയാം. മറ്റ് ദ്രവീഡിയൻ ഭാഷകളെ പോലെ തന്നെ ഭാഷയ്ക്കും അതിൻ്റെതായ ഒരു കരുത്തുണ്ട്. 1500 വർഷത്തോളം പഴക്കമുണ്ട്. അതിനെല്ലാം സാഹിത്യം രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഭാഷയെ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിക്കപ്പെട്ടത്. പക്ഷെ അത് പ്രവൃത്തി പദത്തിൽ ശ്രേഷ്ഠമാകണമെങ്കിൽ വിദ്യാഭ്യാസവും ഭരണവും നീതി നിർവഹണത്തിലും സാഹിത്യത്തിലും സംസ്കാരത്തിലും ഒക്കെ അതിന് അവിടെയെല്ലാം ഒരു ഇട കൊടുത്ത് ഇട നമുക്ക് ലഭിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇത്തരത്തിൽ എല്ലാ വകുപ്പുകളിലും അതിനെ ഇപ്പോഴും നിയമപരമായിട്ട് ഇംഗ്ലീഷ് ന്യൂനപക്ഷ ഭാഷകളൊക്കെ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിൽ ഒഴികെ പൂർണ്ണമായിട്ട് മലയാളം ഉപയോഗിക്കണം എന്ന ഉത്തരവുണ്ട്. എങ്കിൽ പോലും പല വകുപ്പുകളിലും അത് പ്രാവർത്തികമാക്കുന്നില്ല. അത് ഗൗരവത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വാസ്തവം. അതുകൊണ്ടാവാം ഇത്തരത്തിൽ ഒരു ഭാഷാസ്നേഹം, ഭാഷാ വാരാചരണം സംഘടിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും ആ പ്രാധാന്യത്തോടു കൂടി ഈ വകുപ്പ് വളരെ മനോഹരമായി തന്നെ 1-ാം തീയതി മുതൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പൊ അതിന്റെ ഭാഷയുടെ പ്രാധാന്യം ഊട്ടി ഉറപ്പിക്കും. നമ്മുടെ പ്രാണവായുവും ജലവും സ്വാതന്ത്ര്യവും പോലെ തന്നെ മനുഷ്യന്റെ അവകാശത്തിന്റെ ഭാഗമായിട്ട് മാതൃഭാഷയും മാറുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രാധാന്യം ഊട്ടി ഉറപ്പിക്കുന്നത് ഈ ഭരണഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് അല്ലെ അതുപോലെയുള്ള വ്യത്യസ്തമായ സ്വീകരണവും ഒക്കെ നമ്മുടെ ആ മലയാളി തനിമ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രാർത്ഥന. നമുക്ക് ഒരു ഭാഷ എപ്പോഴാണ് മാതൃഭാഷയായിട്ട് മാറുന്നത് എന്ന് ചോദിച്ചാൽ അത് ആ ജനതയുടെ എല്ലാ ജീവിതാവശ്യങ്ങളും നിറവേറ്റാൻ പര്യാപ്തമാകുമ്പോഴാണ്. അല്ല നമ്മൾ സംസാരിക്കുന്ന ഭാഷ. അപ്പോൾ ഒരു എഴുത്തുകാരൻ ഗാന്ധി ഒരിക്കൽ പറഞ്ഞത് അമ്മയുടെ ഭാഷയല്ല മാതൃഭാഷ, അത് ആയിയുടെ ഭാഷയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യമാകും. അമ്മ സംസാരിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഒരു മാനക ഭാഷയുണ്ട്. അതിൽ നിന്ന് അപ്പുറമായിട്ട് ജനങ്ങളോട് ഇടപഴകിക്കൊണ്ട് ജനകീയമായ ഒരു ഭാഷ അതാണ്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു ഭാഷ അങ്ങനെ ആയി മാറുകയാണ്. അപ്പൊ നമ്മൾ എന്തായി മാറുന്നത്, നമ്മൾ നാമായി മാറ്റുന്നതാണ് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്. ഭാഷ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ലോകത്തെ വളരെച്ച് ഇങ്ങനെ കാണുവാൻ കഴിയുന്നത്. എനിക്ക് എഴുതാൻ കഴിയില്ല, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, എങ്കിൽ പോലും നമ്മുടെ ഉള്ളില് ആ ഭാഷയുണ്ട്. നമ്മളിങ്ങനെ പുഷ്ടിപ്പെടുത്തി എടുക്കുകയാണ്. അതിനുള്ള ഒരു വാക്കുണ്ട്. ആ വാക്ക് വേണം ലോകത്തെ വകതിരിച്ച് കാണാൻ. അത് യാഥാർത്ഥ്യ ബോധം വേണമെങ്കിൽ നമുക്ക് ഭാഷ വേണം. വാക്കിന്റെ വെളിച്ചം കൊണ്ട് തെളിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം ഇരുട്ടിലായി മാറിയേനെ എന്ന് ഒരു കവി പറയുന്നുണ്ട്. മനുഷ്യന്റെ മാനുഷികമായ ഒരു ഉണ്മയുടെ പാർപ്പിടമാണ് ലാംഗ്വേജ് ഈസ് ഹൗസ് ഓഫ് ബീയിങ് എന്നാണ് പറയുന്നത്. അത്തരത്തിലാണ് ഭാഷ വളരുന്നത്. ഭാഷയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഈ എഴുത്തുകളിലൂടെയാണ് വളരുന്നത്. അപ്പോൾ ഇവിടെ മേഡം ചൊല്ലിയത് നിങ്ങൾക്കല്ലേ കേട്ട് കാണും. ഒരിക്കലും മാഞ്ഞു പോകാത്ത എന്നുമെന്നും മാറ്റുകൂടി കൊണ്ടിരിക്കുന്ന ദേശീയബോധമുള്ള
ശബ്ദസുന്ദരൻ എന്നൊക്കെ പറയുന്ന മലയാളത്തിന്റെ പ്രിയ കവി വെള്ളത്തോൾ പറഞ്ഞതൊക്കെ വേണം പറഞ്ഞു. ഈ അമ്മ നാഗവും ലാളിച്ചു നിന്മഴി വായിൽ ഒഴുകുന്നു പാലും തേനും എന്ന് പറഞ്ഞു. അതുപോലെ എന്താണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മത്യനും പെറ്റമ്മ തൻ ഭാഷതാൻ മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടും. പാൽ കുടിച്ച് വളരുമ്പോഴാണ് ആരോഗ്യം കൂടുന്നത്. അതുപോലെ തന്നെയാണ് മാതൃഭാഷയെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ആവശ്യം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫിസിക്സിലെ ഒരു ശാസ്ത്രജ്ഞനുണ്ട് ECT സുദർശൻ. ഞങ്ങളിപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള ഒരു പാഠം. അപ്പൊ അതില് ഫിസിക്സിൽ അദ്ദേഹം ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രകാശത്തെക്കാൾ വേഗതയേറിയ കണികളെ കുറിച്ചുള്ള ഒരു ടാറ്റുകൾ എന്ന കണികളെ കുറിച്ച്, അതുപോലെ നോബൽ സമ്മാനത്തിനൊക്കെ പരിഗണിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറയുന്നത്, എനിക്ക് ഫിസിക്സിൽ ഇത്രയധികം കണ്ടുപിടുത്തങ്ങൾ നടത്താൻ എന്നെ പ്രേരിപ്പിച്ചത് കുട്ടിക്കാലത്ത് എൻ്റെ മലയാളം മുൻഷിയുടെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചത് കൊണ്ടാണ്. അന്ന് മുൻഷി മാന്ത്രികമായി പഠിപ്പിച്ചത് പദച്ഛേദം, പദാർത്ഥം, പദഘടന, വാക്യാർത്ഥം, ആശയം, ഒരു വാക്കിന് തന്നെ പലതരത്തിലുള്ള അർത്ഥം ഉണ്ടാവാം എന്നൊക്കെയുള്ള ആ കാഴ്ചപ്പാട് രൂപപ്പെട്ടു വന്നത്. ഒന്നിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ ഉണ്ടാകും ആശയങ്ങൾ രൂപപ്പെടുത്താനുള്ള ഒരു കഴിവ്. അത്തരത്തിൽ ഫിസിക്സിലേക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എന്നെ നയിച്ചത് അന്ന് മലയാളം മുൻഷിയുടെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചതുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നു. മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ഇതൊക്കെ നമുക്ക് ഓർക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അന്ന് കിട്ടിയത് നമുക്കറിയാം. ഈ കവികള്, എഴുത്തുകാര്, ഭാഷാസ്നേഹികളൊക്കെ ഇവരെയൊക്കെ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ മാതൃഭാഷ മലയാളം എന്ന് പറയുന്നത്. ഓരോരുത്തരും ഭാഷയെ തന്നെയാണ് നമ്മുടെ ഒരു സാമൂഹിക പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഭാഷ ഇന്ന് ഏത് തരത്തിലാണ് നിൽക്കുന്നത്? ഒരു കാലത്ത് പൊന്നി കുറുപ്പ് പറഞ്ഞതുപോലെ എത്ര സുന്ദരം എത്ര സുന്ദരം എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം മുത്തു പവിഴങ്ങൾ കോർത്ത പൊന്നുപോലെ മണ്ണിൽ വീണു കുരുത്ത നെന്മണി വിത്തുമുള പൊട്ടി മിന്നുമീരില വീശിടും പോലെത്ര ഈരടികൾ ഉള്ളിലേക്കു വിതച്ചവർ തന്നീനമായി വന്നു അന്നു പാടിയ പാട്ടിലും ഞാനാടി മലയാളം. ശരിക്കും പറഞ്ഞ ആ മലയാളത്തിന്റെ കടന്നുവരൽ ചരിത്രം അതെല്ലാം ഒഴിഞ്ഞിട്ട് ഈ വരികളിലൂടെ കാണിക്കുകയാണ് എങ്ങനെയാണ് മാതൃഭാഷ മലയാളം കടന്നു വന്നതെന്ന് ആദ്യം തൊട്ടേ ഉള്ള കാര്യം. പക്ഷെ ഭാഷയെ നോക്കിക്കാണുന്നത് എല്ലാവരും ഒരുപോലെയുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നിരൂപകനുണ്ട്, ശാസ്ത്രത്തിൽ നിരൂപകൻ. അദ്ദേഹം ഭാഷയുടെ കവിതയുടെ മുഖ്യ സ്വഭാവമായിട്ട് പറയുന്നത് അവ്യവസ്ഥിതത്വം. എല്ലാവരും ഒരുപോലെ കാണാത്ത ഒരു വ്യവസ്ഥയില്ലായ്മയാണ്. ഒരു കാര്യത്തെ പലരും പലതായി നോക്കിക്കാണുന്നു, മേഘത്തെ പലരും പലതായി നോക്കിക്കാണുന്നു, മഴയെ പലരും പല രീതിയിലാണ് കാലഘട്ടത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് നോക്കിക്കാണുന്നു. അത്തരത്തിൽ ഭാഷയെ നോക്കിക്കാണുന്നത് വൈകി ഇങ്ങനെ പറഞ്ഞപ്പോ വൈകിക്കുറിപ്പ് ഭാഷയുടെ ഇന്നത്തെ ഒരു അവസ്ഥ, ആ ഒരു ആശങ്ക ഉളവാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയ കവി കുരിപ്പിഴ ശ്രീകുമാർ അദ്ദേഹം ഇങ്ങനെ കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിന്റെ ഈണു ചിരിച്ചൊരാൾ ഞെട്ടിത്തരിച്ചു തകർന്നു ചോദിക്കുന്നു, വിറ്റോ നീ എന്റെ മലയാള ഭാഷയെ? ചോദിക്കുന്നുണ്ട്, ചുറ്റുവോ നീ എന്റെ മലയാള ഭാഷയെ? എവിടെ എവിടെ സഖ്യപുത്രി മലയാളം? എവിടെ എവിടെ സ്നേഹപൂർണ്ണ മലയാളം? പഞ്ചാര കൈപ്പേറെ ഇഷ്ടമെന്ന് ഒതുവാൻ ചൊല്ലുവാൻ ചുണ്ടത്തിരുന്ന് ചൂണ്ടിത്തന്ന നന്മയാണ് അമ്മ മലയാളം പറയുന്നത്. മാതൃകുട്ടിയോട് ഒരിക്കൽ ഒരാള് ചോദിച്ചു, ഏതാണ് അമ്മയുടെ മാതൃഭാഷ? ചോദിച്ചപ്പോൾ പറഞ്ഞത്, എനിക്ക് 3 ഭാഷയുണ്ട്, 2 ഭാഷയിൽ ഞാൻ സംസാരിക്കും, 1 ഭാഷയിൽ ഞാൻ സ്വപ്നം കാണും. ഈ സ്വപ്നം കാണുന്നതാണ് നമ്മളുടെയൊക്കെ സ്വപ്നമാണ്, നമ്മുടെയൊക്കെ ഭാവനയാണ്. ഇമാജിനേഷൻ എന്നാണ് ഭാഷ പറയുന്നത്. ആ ഒരു ഭാവനയിൽ നിന്ന് ഉയർക്കൊണ്ടാണ് പുതിയ സൃഷ്ടികൾ രൂപം കൊള്ളുന്നത് അല്ലെ? സന്ദർഭത്തിനും സാഹചര്യം അനുസരിച്ച് നമ്മുടെ അനുഭവങ്ങളുടെ കോണുകളിൽ നിന്ന് അത്തരത്തിലുള്ള സൃഷ്ടികൾ ഉണ്ടാകുന്നു. ഒരു ഭാഷ വളരുന്നത്, പുഷ്ടി പ്രാപിക്കുന്നത് ഇത്തരത്തിലുള്ള നിരവധി രചനകളിലൂടെയാണ്. അപ്പോൾ ഇവിടെ പലരും പറഞ്ഞു, ഞാൻ കേൾക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്, പക്ഷെ എഴുതാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ രൂപം കൊള്ളുന്നത്? എല്ലാവരുടെ ഇവിടെ ഇരിക്കുന്ന
എല്ലാവരുടെ ഉള്ളിലും ഒരു സർഗചിന്തയുണ്ട് അല്ലെ? എല്ലാവരുടെ മനസ്സിലും എഴുതാനും വായിക്കാനും ഇതൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ ഉൾക്കൊള്ളാനും. പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല? എഴുതുന്നില്ല. എന്തുകൊണ്ടാണ് ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അനുഭവങ്ങളുടെ ഒരു കലവറയാണ് ഓരോ മനുഷ്യരും, എല്ലാവർക്കും. ഇത്രയും വർഷത്തെ അനുഭവത്തിൽ നിന്നല്ലേ ഒരു സ്ഥാപനം ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പൊ ആ അനുഭവത്തിൽ നിന്ന് ഇഷ്ടംപോലെ അനുഭവങ്ങൾ എന്തെങ്കിലും ആവുന്ന സമയത്ത് ആ ഒരു എഴുത്ത് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലോകം മറ്റുള്ളവർക്ക് നൽകിയാൽ ഉപകാരമായിരിക്കും. എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നു വന്നു, ഓരോ ദിവസങ്ങളും കുറിച്ച് വയ്ക്കുമ്പോൾ അതിനുള്ള അനുഭവങ്ങൾ. ഓരോ മനുഷ്യനും ഒരു ലഘു ഗ്രന്ഥമാണ്. ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ അനർത്ഥനിമിഷം കഥയ്ക്കകത്ത് പറയുന്നുണ്ട്, ഓരോ മനുഷ്യനും ഒരു ലഘു ഗ്രന്ഥമാണ്, യഥേഷ്ടം വായിച്ചെടുക്കാവുന്ന ഒരു ലഘു ഗ്രന്ഥം അല്ലെ? അപ്പൊ ആ അനുഭവങ്ങളുടെ കലവറയിൽ നിന്ന് എങ്ങനെ യഥേഷ്ടം വായിച്ചെടുക്കുവാൻ സാധിക്കണം? അതിങ്ങനെ എങ്ങനെ സർഗാത്മകതയോടെ നല്ല വാക്കുകളായി വരികളായി വൈകാരികതയോടെ പുറത്തേക്ക് വമിക്കുമ്പോഴാണ് എഴുത്തുകാരൻ അല്ലെങ്കിൽ സാഹിത്യകാരൻ രൂപപ്പെടുന്നത്. ആ ഒരു ബഹിർസ്ഫുരണം വൈവിധ്യതയോടെ പുറത്തേക്ക് വരുന്നു. അത് അവരവരുടെ അഭിരുചിക്കനുസരിച്ച് കഥയായോ കവിതയായോ ലേഖനമായോ യാത്രാനുഭവമായോ കുറിപ്പുകളായോ നിരൂപണമാണ് അല്ലെ? ഒരു കവിതയാവട്ടെ, അത് ഞാൻ എഴുതിയാൽ അതിനെ ഒരാളെന്ന് നിരൂപണം ചെയ്ത് പറയുന്നു. അപ്പോഴതിന്റെ ശക്തി കൂടുകയാണ്, ആ എഴുത്തിന്റെ ശക്തി കൂടുന്നു, ആ സൃഷ്ടിയുടെ ശക്തി കൂടുന്നു. അതുകൊണ്ട് നമ്മുടെ സാഹിത്യത്തിൽ അല്ലെ നിരൂപണം ഒരു പ്രത്യേക വിമർശന സാഹിത്യം തന്നെ പ്രത്യേകിച്ചും. അത്തരത്തിൽ വിവിധ വിഭാഗങ്ങളിലേക്ക് എഴുത്തിന്റെ ഒരു ലോകം പോകുന്നു. ആ എഴുത്തുകൾ വൈയക്തികതയ്ക്കപ്പുറം സാമൂഹികവും സാർവത്രികവുമായിട്ട് വരുമ്പോഴാണ് ആ രചന പുതുമ കൈവരിച്ച് അത് ഉദാത്തമാവുന്നു. അനുഭവങ്ങളിൽ നിന്ന് അതുപോലെ സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്ന് പുതിയ സൃഷ്ടികൾ രൂപം കൊള്ളുന്നു. ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട്. ഭാഷാ പ്രശ്നം, അതിന്റെ അവ്യവസ്ഥിതത്വം, അതുകൊണ്ടല്ലേ വ്യവസ്ഥയില്ലായ്മ, ഭാഷയുടെ ഇന്നത്തെ അവസ്ഥ അല്ലെ? ഭാഷയുടെ വളർച്ചയെ കുറിച്ച് പറയുമ്പോൾ 16-ാം നൂറ്റാണ്ട് എഴുത്തച്ഛന്റെ കാലം തൊട്ട് ഇങ്ങനെ കടന്നു വന്ന കാലമൊക്കെ നമുക്ക് കൂടുതൽ പറയുന്നില്ലെങ്കിലും ചെറിയൊരു ഇന്ന് ആ ഒരു അവസ്ഥയാവുകൊണ്ട്, ഭാഷാ വാരാചരണമാവുകൊണ്ട് ഒന്ന് ഓർത്തു പോവുകയാണ്. ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന എഴുത്തച്ഛന്റെ കാലം തൊട്ട് 16-ാം നൂറ്റാണ്ട് മുതൽ ഭാഷയ്ക്കുണ്ടായ പ്രാചീന കവിത്രയം എങ്ങനെയായിരുന്നു അവരുടെ സൃഷ്ടി, അന്നത്തെ കാലഘട്ടത്തിന്റെ എഴുത്ത്, പിന്നീട് വന്ന പച്ച മലയാളം പെൺമണി കവികൾ കടന്നു വന്ന് ആദ്യം ഉണ്ടായിരുന്നത് ഏതാണ്? പദ്യസാഹിത്യമാണോ ഗദ്യസാഹിത്യമാണോ? പദ്യസാഹിത്യം. പിന്നീട് കടന്നു വന്ന് ഗദ്യസാഹിത്യത്തിലേക്ക് അടുത്ത കാലത്ത് 18-ാം നൂറ്റാണ്ട് കേരളവർമ്മയുടെയൊക്കെ കാലം എത്തിയപ്പോഴാണ് ഗദ്യസാഹിത്യത്തിലേക്ക് നമ്മൾ മാറുന്നത്. എഴുത്തിന്റെ നോവലായാലും കഥയായാലും ചെറുകഥകളായാലും ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു കണ്ടപ്പോൾ തന്നെ അറിയാം എഴുത്തുകാരൊക്കെ ഉണ്ടെന്ന്. ചെറുകഥകളോ ഒക്കെ എഴുതാതെ മനസ്സിൽ കിടപ്പുണ്ടല്ലേ, ഇനി എഴുതി വെക്കണം. ശരി, അപ്പൊ അത്തരത്തിൽ എഴുത്തുകാർ രൂപപ്പെടും. മനസ്സിലുള്ള കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം അല്ലെ? ഒരുപാട് പേർക്ക് അത് പറഞ്ഞു വെക്കും. നമുക്ക് കുറച്ച് സമയം എന്താ പറയുന്നത്, ഒരു അനർക്ക നിമിഷം, ജനനത്തിന് മരണത്തിനിടയിൽ വീട് കിട്ടുന്ന ഈ അനർക്ക നിമിഷം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെ സംഭാവന ചെയ്തിട്ട് വേണം നമുക്ക് പോകാനുള്ളത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ, സ്ത്രീ പ്രശ്നങ്ങൾ, ഭാഷാ പ്രശ്നമുണ്ട്, പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്, പാരിസ്ഥിതിക അവബോധം അല്ലെ ഉണ്ടാവേണ്ടതുണ്ട്, മാലിന്യ പ്രശ്നമുണ്ട്, പിന്നെ നമ്മുടെ പുതുതലമുറകളെ ബാധിച്ചിട്ടുള്ള എന്താ എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുന്നതാണോ, ലഹരി ഉപയോഗം അല്ലെ? അവരൊക്കെ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അറിയാം, നമ്മുടെ ലോകത്തല്ല വേറെ ഏതൊക്കെയോ ലോകത്ത് കുട്ടികൾ സഞ്ചരിക്കുകയാണ്. അപ്പോ അതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, മനഃശാസ്ത്രപരമായിട്ടും അല്ലാതെയൊക്കെ ഉള്ളത്. അപ്പൊ ലഹരി ഉപയോഗം, ഈ പ്രശ്നങ്ങളൊക്കെ എഴുത്തുകാർ ഏറ്റെടുത്ത് സർഗചിന്തകളായിട്ട് അത് ആവിഷ്കരിക്കുമ്പോഴാണ് മനോഹരമായി എഴുത്ത് രൂപപ്പെടുന്നത്, ഭാഷയെ പുഷ്ടിപ്പെടുത്തുന്നത്. ഇപ്പൊ ഞാനും സ്ത്രീ പ്രശ്നങ്ങളൊക്കെ എടുത്ത് കഥയാക്കിയിട്ടുണ്ട്. ദ്രൗപദി, അതുപോലെ നിർഭയ, സുരിനെല്ലി പെൺകുട്ടിയുടെ സംഭവം എടുത്ത്, അതുപോലെ ഇവൾ മന്ധര, കുറേ കഥകൾ ഞാനും അത്തരത്തിൽ നമ്മളൊക്കെ ആ ഒരു രംഗത്ത് നിൽക്കുമ്പോൾ സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സുരക്ഷയൊക്കെ പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഇന്നും ആനുകാലികങ്ങളിലൂടെ നമ്മൾ അറിയുന്ന വാർത്തകൾ അത്ര നന്നായിട്ടല്ല അല്ലെ? ഒരുപാട് പേര് അതിന്റെ പിന്നിൽ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ എഴുത്തുകാരന്റെ മനസ്സിനെ എന്താണ് സാഹിത്യം ഉടലെടുക്കുന്നത്. പ്രാചീന കാലത്തെ അതുപോലെ അത് കഴിഞ്ഞിട്ട് ആധുനിക ഉത്തരാധുനിക കാലഘട്ടത്തിലെ എഴുത്തിനും അതിപാകത്വത്തിന്റെ എഴുത്തിലേക്കൊക്കെ വരുമ്പോൾ പ്രത്യേകതയുണ്ട്. പ്രാചീന എഴുത്തുകാരെ പോലെ തന്നെ പ്രാചീന കർത്തയത്തെ പോലെ ആധുനിക കർത്തയും ആശാനും ഉള്ളൂരും വള്ളത്തോളും ജി ശങ്കരക്കുറുപ്പും ടി കുഞ്ഞിരാമൻ നായർ മലയാളത്തിന്റെ പ്രകൃത്യോപാസകനായിട്ട് പുതിയ കാലത്തേക്ക് വരുമ്പോൾ എസ് ജോസഫ്, എ പി രാമചന്ദ്രൻ,
നമ്മളെ പ്രൊഡ്യൂസർ എല്ലാവരും ഒക്കെ ഇപ്പൊ എഴുത്തിന്റെ രംഗത്ത് നിൽക്കുകയാണ്. അത്തരത്തിൽ അപ്പൊ ഇവിടെയൊക്കെ എങ്ങനെയാണ് ഭാഷയെ നമ്മൾ വിന്യസിക്കുന്നത്? മനോഹരമായ വാക്കുകൾ കൊണ്ട്. രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ മഹത്തായ ഒരു മായിക പ്രപഞ്ചം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അത് കവികൾക്ക്, എഴുത്തുകാർക്ക് സാധിക്കും. അപ്പൊ അടിസ്ഥാനപരമായ വാക്കുകളാണ് ജീവസിലുള്ളത്. അത് മലയാളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഒരു വാക്കിൽ തന്നെ എന്തെല്ലാം അർത്ഥങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. കടൽ എന്ന് കേൾക്കുമ്പോൾ കടലിൽ ഞാൻ പലപ്പോഴും ശില്പശാലയ്ക്കൊക്കെ പോകുമ്പോൾ കടൽ എന്നുള്ള ഒരു വാക്ക് മാത്രം കൊടുക്കും. അതിൽ നിറഞ്ഞിരിക്കുന്ന ആശയം കുട്ടികളെ എഴുതുമ്പോൾ അതിനകത്ത് മത്സ്യമുണ്ട്, അതിനകത്ത് കൊലയുമുണ്ട്, പിന്നെ ഒരു പ്രപഞ്ചമുണ്ട്. ഇങ്ങനെ ഒരു കടൽ ഒരു ആശയമായിട്ടത് രൂപപ്പെടുകയാണ്. ആകാശത്ത് തന്നെ വാനഗഗനം വ്യോമം നവസ്, വാനമേഘനമേ കവി പ്രയോഗിച്ചിട്ടുള്ളത് പോലെ വാനമേഘനമേ വ്യോമം നവസ്, ഇതെല്ലാം ഒന്നാണെങ്കിലും സൂക്ഷ്മമായിട്ട് ഇതിനെല്ലാം വ്യത്യസ്ത അർത്ഥതലങ്ങളിലേക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോ പേന കൊണ്ട് എഴുതുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊന്നും തോന്നും, പക്ഷെ തൂലിക കൊണ്ട് അല്ലേ, തൂലികയിലൂടെ കടന്നു വന്നു എന്ന് പറയുമ്പോൾ ആ തൂലിക തൂവൽ മുളയ്ക്കുമ്പോഴുള്ള ആ ഒരു വേദന നമുക്ക് അനുഭവപ്പെടും. അവിടെയാണ് എഴുത്ത് സാഹിത്യം പുഷ്ടിപ്പെടുന്നത് അല്ലെ. ഓരോ വാക്കിലും അടങ്ങിയിരിക്കുന്ന ധ്വനി, വാച്യത്തിനപ്പുറമുള്ള ഒരു ധ്വനി എഴുത്തുകാർ അങ്ങനെയാണ് കവിതകളെ മനോഹരമായ കവിതകളാക്കി മാറ്റുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഔദ്യോഗിക ഭാഷയെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ആശങ്ക ഉണ്ടാകാം. ഇപ്പൊ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ടല്ലേ ഓരോ വാക്കിനും അതിന്റെ മലയാള അർത്ഥം, മലയാളത്തിൽ എന്ത് പറയുന്നുള്ളത്. ഞാൻ ഈ സ്റ്റേഷനറിക്ക് മലയാളം തപ്പിയത്, അപ്പോൾ കിട്ടിയത് ലേഖന സാമഗ്രി അല്ലെങ്കിൽ എഴുത്ത് സാമഗ്രികളാണ്. അപ്പൊ നമ്മളാരും അഭിജിത്യ ദീക്ഷിക്കാൻ നോക്കണേ. അപ്പൊ നമുക്ക് സ്റ്റേഷനറി വകുപ്പിന് ആ ഒരു പേര് നമുക്ക് പറയാൻ പറ്റും, ലേഖന സാമഗ്രി വകുപ്പ്. ചിന്തിച്ചു നോക്കിയിട്ടാണ് ചിന്തിച്ചു നോക്കിയാണ്. അപ്പൊ അത്തരത്തിൽ ഔദ്യോഗിക ഭാഷ ആകുമ്പോഴുള്ള ചില ഭാഷകളൊക്കെ, ചില വാക്കുകളൊക്കെ ഭാഷയിൽ കുടിയേറിയിട്ടുണ്ട് അല്ലെ. ആ ഭാഷയെ പിന്നെ അങ്ങനെ ആ ഭാഷയിൽ നിന്ന് അതിൽ നിന്ന് നമുക്ക് അടർത്തി മാറ്റാൻ പറ്റാത്ത വിധത്തിൽ എല്ലാം നമുക്ക് പറ്റില്ല അല്ലെ. ചീഫ് എഞ്ചിനീയർ മേസരി ആയി പോകും അല്ലെ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വൈദ്യം, എന്താണ് മെഡിസിൻ. പക്ഷെ ആ പറയുന്ന ഒരു പലതും ആംഗലേയ ഭാഷയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, സ്ഥിരമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആശങ്കകളുണ്ടെങ്കിലും കഴിവതും ഇവിടെ താഴെ എഴുതി വെച്ചിരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. ഓരോ വാക്കുകൾക്കും എന്തൊക്കെയാണ് പറയുന്നത്. യാത്രാപ്പടി എന്താണ് ഇന്ന് താഴെ എഴുതി വെച്ചിട്ടുള്ളതാണ്, ട്രാവലിംഗ് അലവൻസ് അല്ലേ. അപ്പൊ ആ എഴുതി വെച്ചിരിക്കുന്ന ഓരോന്നിനും എന്താണ് അത് പറഞ്ഞിരിക്കുന്നത്, ഓരോ വാക്കിനുമുള്ള മലയാളത്തിന്. ഇപ്പോഴൊക്കെ ഈ ഒരു അവസരത്തിലൊക്കെ അത് ചിന്തിക്കുന്നത് നന്നായിരിക്കും. എല്ലാ വാക്കുകൾക്കും അല്ലെങ്കിൽ കുറേയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആ മലയാളത്തിലേക്ക് ഇറങ്ങുവാനുള്ള ഒരു മനസ്സ് കാണിക്കാൻ വേണ്ടിയാണ്. അതാണ് മറ്റ് പലരും, മറ്റ് ഭാഷക്കാരൊക്കെ അവരുടെ മാതൃഭാഷയോട് എന്തുമാത്രം സ്നേഹവും ആദരവും നിലനിർത്തുന്നു. നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ എല്ലാ രംഗത്തും നമ്മൾ ഈ ആംഗലേയത്തേക്ക് അന്ന് പഠിച്ചു വന്ന വഴി അതായിരിക്കും. ഈ ഹയർ സെക്കൻഡറിയിലുള്ള മിക്കവാറുള്ള അധ്യാപകരായിരുന്നു എല്ലാവരും അങ്ങനെ തന്നെ. കൂടുതൽ പേര് ഫിസിക്സ്, കെമിസ്ട്രി. ഞാൻ തൃശ്ശൂർ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അപ്പോഴത്തെ ടീച്ചർമാർ ഫിസിക്സ് ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ മലയാളത്തിൽ എഴുതണമെന്നില്ല, എങ്ങനെയാണ് അപ്പൊ എന്നെ വിളിക്കും, പിന്നെ എങ്ങനെ മലയാളത്തിലാക്കി മാറ്റും. കുട്ടികൾക്ക് ഇപ്പൊ മലയാളത്തിൽ എഴുതാനുള്ള ഒരു അവസരമായി. കാരണം അവർ പഠിച്ചു വന്ന വഴി അതാണ്. ഒന്നേ നീ അത് മലയാളത്തിലേക്ക് ആകുമ്പോൾ അത് പ്രയാസം നേരിടുന്നു. പക്ഷെ ഇതൊക്കെ അല്ലെ ശ്രേഷ്ഠ ഭാഷയാക്കി മാറ്റുമ്പോൾ നമുക്ക് തന്നെ നമ്മളോടൊരു ആദരവ് തോന്നുന്നതിന് തുല്യമാണ് ഇത്. ഇപ്പൊ മാതൃഭാഷയിൽ തന്നെ പലപ്പോഴും ആ മാനക ഭാഷയിൽ തന്നെ എഴുത്തിൽ തന്നെ വ്യത്യാസം വന്ന അത് നമുക്ക് കാണാൻ കഴിയും. ആന പുറത്ത് കയറി അതിൻ്റെ ആ ഒരു സ്പേസ് ഒന്നും അല്ലെ, ഒരു അകലം കിട്ടിയാൽ ആന പുറത്ത് കയറി എന്നായിപ്പോ അല്ലേ, ആ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഭാഷയിൽ ഇത്തരത്തിലൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കുണ്ട് അല്ലെ. വാക്കുകൾ കൊണ്ടൊരു മനോഹരമായ മായിക പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. പുഞ്ചിരി എന്ന് പറയുന്നു, പക്ഷെ ആ പുഞ്ചിരിയിൽ ഒരു വഞ്ചനാണെന്ന് ചേർക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മാറി, ആശയം മാറി. പി കുഞ്ഞിരാമൻ നായരുടെ എഴുത്തിന് മനുഷ്യനുള്ള ഒരു കവിതയുണ്ട്. അതില് താമരക്കുളങ്ങൾ തൻ വാക്കിലെ തോപ്പിൽ കൂടി പ്രേമവേദന പാകി മറയും ഋതുക്കളെ ഏകാന്ത വനനദി തീരങ്ങൾ തേടി ഗാനനൗകകൾ തുഴഞ്ഞു പോ പറവപ്പറ്റങ്ങളെ കരളിൽ കലമ്പലറ്റാനന്ദ സുത തേടി കവിതാ സമാധിയിൽ ഉറച്ച മലകളെ കഴിഞ്ഞ
കഴിഞ്ഞതെല്ലാം മറന്നെനിക്കു കേറിപ്പറ്റാൻ കഥകു തുറക്കുമോ, വിളക്കു കൊടുക്കുമോ? എന്തായിരിക്കും? ഒരു പാരിസ്ഥിതിക അവബോധം, പ്രകൃതി ചൂഷണത്തിന്റെ അല്ലേ നമ്മുടെ കുന്നും മലയും ഒക്കെ ഗാനനൗകൾ എല്ലാറ്റിനും മാനുഷിക ഭാവം കൊടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. പറവപ്പറ്റങ്ങൾ, സമാധിയിൽ ഉറച്ച മലകളെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്നൊക്കെ ഞാൻ പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. പ്രകൃതിയിൽ നിന്ന് പ്രകൃതി ചൂഷണം നമ്മുടെ മനുഷ്യന്റെ പ്രവൃത്തിയുടെ ഫലമായിട്ട് പുറത്താക്കപ്പെട്ട ഒരു കവിയായിട്ട് നിന്നുകൊണ്ട് മനുഷ്യനെ മൊത്തം നോക്കിക്കാണുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത്. അപ്പൊ ആ വരികൾ സൃഷ്ടിക്കുന്ന ഒരു മായിക പ്രപഞ്ചം ചൂണ്ടി കാട്ടുകയാണ് അവിടെ. അപ്പൊ ഞാനീ പറഞ്ഞു കടൽ, ആ ഒരു വാക്കിൽ അടങ്ങിയിരിക്കുന്നത്. പി രാമചന്ദ്രന്റെ പൊരുളെന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അത് രണ്ടായി മുറിച്ചത് എന്ന് പറയുന്ന ഒരു കവിതയ്ക്കകത്ത് ഇങ്ങനെയാണ്: കടൽ എന്നൊരു വാക്കിനുള്ളിൽ ഉണ്ട് അതിവിസ്തൃതമായ മഞ്ചര, പശുവെന്ന വാക്കിനുള്ളിലും ഇര തേടി അലഞ്ഞിടും. നോക്കണം, പശു എന്ന് പറയുന്ന അതിനെ കുറിച്ച് നമ്മൾ നോക്കും അല്ലേ? അപ്പോ വെള്ളം തെളിഞ്ഞു, നല്ല വെള്ളം നന്നായിട്ട് തെളിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് കവി പ്രയോഗിച്ചത്. പിണ്ടല നീല നിറങ്ങളെല്ലാം കുണ്ടുകിണറ്റിൽ വിരുന്നു വന്നു. പിണ്ടല നീല നിറങ്ങളെല്ലാം കുണ്ടുകിണറ്റിൽ വിരുന്നു വന്നു. ആകാശത്തിലെ നീല നിറം കുണ്ടുകിണറ്റിൽ വിരുന്നു വന്നു എന്ന് പറഞ്ഞാല് ആ വെള്ളം തെളിഞ്ഞു. ഇതാണല്ലേ നമ്മൾ കാണാത്ത കാഴ്ചകൾ. ഒരു മായിക പ്രവൃത്തി സൃഷ്ടിക്കുവാൻ എഴുത്തുകാരന്, കവിക്ക് നല്ല ഭാഷ, അത് നമ്മളെ വായനയിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. മലയാളത്തിലെ വാക്കുകൾ ചേർക്കുമ്പോൾ വാക്കിൽ നിന്നും ഉണ്ടാകുന്ന ആ ഒരു രൂപങ്ങൾ അല്ലേ, ഭാഷ പുതുഭാവങ്ങൾ കൈവരിക്കുന്നു. അങ്ങനെ ഭാഷ വളരുന്നു. അങ്ങനെ മഹത്തായ ഒരു സമ്പത്ത് നമുക്കുണ്ട്. പ്രകൃതി പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങളെ കഥയാക്കി എഴുതുമ്പോൾ പാരിസ്ഥിതിക അവബോധം ഇവിടെയും കണ്ടു, പ്രകൃതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കവി. അപ്പൊ അത്തരത്തിൽ പാരിസ്ഥിതിക അവബോധം അയ്യപ്പ പണിക്കരുടെയൊക്കെ അവർ കാലത്ത് എഴുതിയത് കാടുവിട മക്കളെ, നഷ്ടപ്പെട്ട ഒരവസ്ഥ. കാടുവിട മക്കളെ, മേടവിട മക്കളെ, കാട്ടുപുൽ തകിടിയുടെ നേരവിട മക്കളെ, കാറ്റുകൾ പുലർന്ന പൂങ്കാവിട മക്കളെ, ഉച്ചയ്ക്കു കുട്ടികൾ ഞെട്ടിത്തളരാത്ത വിദ്യാലയങ്ങളുടെ നാടവിട മക്കളെ എന്ന് അദ്ദേഹം പറയുമ്പോൾ പുതിയ കാലത്ത് ഒരു കവി പി രാമചന്ദ്രൻ മാമ്പഴക്കാലമൊക്കെ എഴുതിയിരുന്നു. കാറ്റേ കടലെ എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: ഉമ്മറക്കോലായിൽ നിന്ന് എടുത്തു വയ്ക്കാൻ മറന്ന കിണ്ടി കളവ് പോയതുപോലെ പുലർച്ചയ്ക്ക് ഒരു കുന്നു കാണാതായി, പിന്നെയും ബാക്കിയായ ഒരു കുന്നിന്റെ പള്ളക്കാണ് എന്റെ വീട്. ഇപ്പോൾ വീടുകളെല്ലാം, ഇപ്പോൾ കുന്നുകളെല്ലാം റോഡ് പണിക്ക് പോകുന്നു. പന്തലക്കുന്ന്, പൂത്രക്കുന്ന്, പുളിയാറക്കുന്ന് പറക്കുന്നു. ഇത് പി രാമചന്ദ്രൻ കവിയെ നമുക്ക് ഇതുപോലെ അവിടെ തൃശ്ശൂര് വെച്ച് ഞങ്ങളുടെ ഒരു പരിപാടിയിൽ നിന്നപ്പോൾ ചോദിച്ചു, അത് ശരിയാണോ ഈ എഴുത്ത്? അങ്ങനെ ഒരു ഫലം എനിക്കും ഉണ്ടായിരുന്നു. എഴുത്തുകാരെ നേരിട്ട് കണ്ട് ക്ലാസ്സിലെ കുട്ടികളൊക്കെ അവർക്ക് സമ്മതിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കുഞ്ഞിന്റെ മുകളിൽ താമസിച്ചിരുന്ന കഥയൊക്കെ പറഞ്ഞു. അതുകൂടെ കേൾക്കണം. എഴുത്തുകാരനെ അറിയുന്നു. അവർ പോയ സ്ഥലത്ത് അല്ലേ, ഇപ്പോ വിജയനൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ പോയിട്ടുണ്ടായിരിക്കും അല്ലേ പലരും. വസ്ത്രാത്തും ആ പരിസരവും അവിടെയൊക്കെ അങ്ങനെ ഒരു ആകാംക്ഷയാണ്. വായനക്കാർ ഒരുപാട് പേര് ഇവിടെ കാണുമായിരുന്നു എഴുതുകാർ. അപ്പൊ അതുപോലെ ഇപ്പൊ കുന്നുകളെല്ലാം അവിടെ ഉണ്ടായിരുന്ന കുന്നുകൾക്കുള്ള പേരാണ്. ഈ കുന്നുകളെല്ലാം ഇപ്പൊ ആ റോഡ് പണിക്ക് പോകുന്നു, അതിന്റെ ഫലം അനുഭവിക്കാൻ കിടക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പുതിയ പ്രശ്നങ്ങളിൽ നിന്ന്, അത് സമകാലികതയിൽ നിന്ന് പുതു സൃഷ്ടികൾ പിറവിയെടുക്കുന്നു. അത്തരത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഇവിടെ വാക്ക് എന്ന് പറഞ്ഞപ്പോ ഭാഷയിൽ വാക്കിന്റെ ശക്തിയെ കുറിച്ച് പറഞ്ഞപ്പോ എൻ്റെ ഒരു ചെറിയ ഒരു കവിത കൂടി ചൊല്ലുകയാണ്. മറുപുറം എന്നുള്ള എൻ്റെ മഴനിലാവുള്ള കവിതാ സമാഹാരത്തിലെ ഒരു ചെറിയ കവിത. വാക്കുകിലേക്കുന്ന വാക്മരത്തോട്ടത്തിൽ ബാക്കിയൊഴിച്ച കിനാവു തളിർക്കുന്നു. വാതായനങ്ങൾ തുറന്നക്ഷര ചില്ലകൾ ബാലാനിലൻ വന്നു തട്ടിയുണർത്തുന്നു. പഴം പാട്ടു കേൾക്കും ആവേശത്തളിരുകൾ പൊന്നോണപ്പൂവുമായി ആടിത്തിമിർക്കുന്നു. ഇനിയും കഴിയാത്തൊരായിരമിലകൾ ഇത്തിരി കിന്നാരം പതിയെ പങ്കുവയ്ക്കുന്നു. വേരിൽ പടരും അഗ്നിനാളങ്ങളിലൽപ്പം വേദ
കുറിച്ചിരിക്കും. എന്റെ കണ്ണിലും കാറ്റു പുലമ്പുന്നുവോ, കാലത്തിന്റെ മെല്ലെ തട്ടി നീട്ടി നീക്കുന്നു. കരുത്തിരി കെട്ട കണക്കു പുസ്തകത്തിൽ കണക്കുകൾ പലതും ചിതറിത്തെറിക്കുന്നു. കരുത്തിരി കെട്ട കണക്കു പുസ്തകത്തിൽ കണക്കുകൾ പലതും ചിതറിത്തെറിക്കുന്നു. ഋതുസംക്രമണങ്ങളിൽ ഇടിവാൾ മൂർച്ചയാൽ ഇഷ്ടവസന്തത്തെങ്ങലും തകർക്കും. ചക്രവാളങ്ങൾക്കും പുതുകാലുകൾ വയ്ക്കാൻ ചക്രവാളങ്ങൾക്കു കീഴേ ദിശ പരതുന്നു. കാലയവനിക പിന്നെയും പൊങ്ങു താഴുന്നു. കറുത്ത പ്രാണികൾ കൂടുവിട്ട് കൂട് തിരിയുന്നു. പുതുസൂര്യകിരണങ്ങളെ കണ്ണിൽ എന്നും മഹിമ പറ്റാത്ത പൊൻവിളക്കാകും. പുതു സൂര്യകിരണങ്ങളെ കണ്ണിൽ എന്നും മഹിമ പറ്റാത്ത പൊൻവിളക്കാകും. വാക്കുകളുടെ ഒരു ശക്തി അല്ലെ, ഒരു മായിക പ്രപഞ്ചം, ഒരു അനുഭൂതി വിശേഷം. സാധാരണ പറയുന്നതല്ല. എം.എൻ. വിജയൻ പറയുന്നത് പോലെ കവിതയെന്ന് പറയുമ്പോൾ ചലനത്തെ നൃത്തത്തിൽ എന്നതുപോലെ, നാദത്തെ ഗാനത്തിൽ എന്നതുപോലെ, കല്ലിനെ ശില്പത്തിൽ എന്നതുപോലെ അത്ഭുതാത്മകമായി സുഭദമായി അർത്ഥഗർഭമായി വാക്കുകളെ കൊണ്ട് നൃത്തം ചെയ്യിക്കൽ അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് അദ്ദേഹം ചോദിക്കുന്നു അല്ലെ. അർത്ഥമുള്ള നല്ല കവിത, അർത്ഥത്തിനപ്പുറമുള്ളതാണ് കവിത. ഇന്ന് കവിതയുടെ വഴിയിലെ ധ്വനിയിൽ കൂടുതൽ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കനകമയിലാഞ്ചിരിയിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ ഞാൻ എഴുതിയതാണെന്നറിയാമോ? അലകൾ ചുള്ളിക്കാടുന്നു. കനകമയിലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ ചുരന്നതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും. ശരിക്കും പറഞ്ഞാൽ ഒരു മൂർത്തമായ കാര്യം, മൂർത്തം നമ്മുടെ കാഴ്ചയ്ക്ക് വിഷയീഭവിക്കുന്നത്, ഇതെല്ലാം മൂർത്തമാണ്. ഇതെല്ലാം അമൂർത്തമായിട്ടുള്ള സ്നേഹം, പ്രണയം, വാത്സല്യം, ആ ഒരു ആദരം അനുഭവിച്ചറിയുകയാണ്, ബഹുമാനം അനുഭവിച്ചാണ് അറിയുന്നത് അല്ലെ. അമൂർത്തതയെ എടുത്തുകൊണ്ടുവന്ന് മൂർത്തമായ അവസ്ഥയിൽ സൃഷ്ടിക്കുവാനുള്ള പ്രണയത്തിന്റെ ഒരു സുന്ദരം ചെമ്പക പുഷ്പമൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. അത്തരത്തിൽ വിവിധ വേറിട്ട വഴികളിലൂടെ നമ്മുടെ എഴുത്ത് സഞ്ചരിക്കും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ എല്ലാവരും വലിയ ആളുകളൊക്കെയാണ് എങ്കിൽ പോലും ഭാഷയെ സ്നേഹിക്കുന്ന, ഭാഷയെ ഇഷ്ടപ്പെടുന്ന, എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് വായിക്കാൻ ഇഷ്ടപ്പെടാനും സാധിക്കട്ടെ. ഇപ്പൊ എന്തായാലും മാതൃഭാഷയെയും അതിനെ നിലനിർത്തുന്ന ഒരുപാട് വാക്കുകൾ, ധാരാളം വാക്കുകൾ നമുക്കിടയിൽ തന്നെയുണ്ട് അല്ലെ. ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അതിനെ കൂടെ നിർത്തുവാനായിട്ട് ഏവർക്കും സാധിക്കട്ടെ. അപ്പൊ ഇത്തരത്തിൽ വായനയെ, എഴുത്തിനെ ഇഷ്ടപ്പെട്ട് അതിനെ ആദരിക്കുന്ന പ്രവൃത്തിയാണ് എല്ലാവരും ഒരു മനസ്സോടുകൂടി അല്ലെ ഒരുമിച്ച് നിന്നപ്പോ നല്ലൊരു സൃഷ്ടി, എല്ലാവരുടെയും സൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഒരു മാസിക ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. അപ്പൊ എന്തായാലും ഇവിടെ നല്ല എഴുത്തുകാരുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെ. അപ്പൊ അത് പുറത്തേക്ക് അറിയട്ടെ, ധാരാളം വായിക്കാനും എഴുതാനും എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ ഭാഷയെ സ്നേഹിക്കുവാൻ, ഇഷ്ടപ്പെടുവാൻ, ഈ ആദരവ്, ഏറ്റവും ഈ ഒരു ബഹുമാനം ഭാഷയോട് കാണിക്കുന്ന ഈ ഒരു അത് തന്നെ എന്താണ് മാതൃഭാഷാ സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്നതിന് കാരണമാകുന്നു. എന്നെയും ഇവിടെ ഉൾപ്പെടുത്തിയത് തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഭാഷ വളരട്ടെ, സംഘവഴികളിലൂടെ അതങ്ങനെ പുഷ്ടി പ്രാപിക്കട്ടെ. മഹത്തായ മലയാളത്തിന്റെ എഴുത്തു വഴികളിലൂടെ എത്രയോ കൊണ്ട് പറഞ്ഞാലും തീരാത്ത വിധത്തിലുള്ള അല്ലേ വലിയൊരു മഹനീയ മഹത്തായ ഒരു പാരമ്പര്യം അല്ലെ, എഴുത്ത് പാരമ്പര്യം തന്നെ നമുക്കുണ്ട്. അപ്പോൾ ഈ ഗാനത്തിലേക്കൊന്നും ഞാൻ പോയില്ല, അതൊക്കെ പറയാൻ പറ്റും. പ്രഭാഷകനായിട്ട് സാറുണ്ട്, ഗായകൻ ഇവിടെയുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് സമ്പന്നമാണ് അല്ലേ. ഇപ്പോൾ ഈ കലാം ഭാഷയെക്കുറിച്ച് പാടാത്തവരില്ല, എഴുതാത്തവരില്ല. ആ ഗാനത്തിന്റെ ഒരു ലോകം തന്നെയുണ്ട്, എല്ലാവരും ആസ്വദിക്കുന്നത്. നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടുത്തെ ഏത് തിരക്കിനിടയിലും ഒരു പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ ശ്രമിച്ചു. എന്തുകൊണ്ടാണ്? ആ പാട്ടിന്, ആ വാക്കുകൾക്ക്, അതിൽ നിന്നുണ്ടാകുന്ന ചൈതന്യത്തിന്. പണ്ടത്തെ പാട്ടുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. അത്തരത്തിലാണ് കഥകൾ, വരികൾ രൂപപ്പെട്ട് വരുന്നത്. അപ്പോ
ഇനിയും എത്രയോ ദൂരം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയുവാനുണ്ട്, ചിന്തിക്കുവാനുണ്ട്. അപ്പോൾ കൂടുതൽ ഇനി പറഞ്ഞു പോയാൽ ഞാൻ ഇതിലേക്ക് പോകും. എന്തായാലും സന്തോഷമുണ്ട്. അപ്പോൾ എന്നെ ശ്രമിച്ച ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് അപ്പോൾ എല്ലാവരുടെയും എല്ലാ ഭാഷാ സ്നേഹികളുടെയും എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ ഭരണ ഭാഷാ വാരാചരണത്തോടനുബന്ധിച്ചുള്ള ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും